ബഹുമാനപ്പെട്ട സർക്കാർ, ഗാസയിലെ മാത്രമല്ല നിങ്ങൾ അഭയാർത്ഥികളാക്കിയ കേരളത്തിലെ കുടുംബങ്ങളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ വനം വകുപ്പ് കിടപ്പാടം തട്ടിയെടുത്ത ചാലക്കുടിക്കാരൻ ജോൺസന്റെ അനുഭവം നാളെ കേരളത്തിൽ ആർക്കും ഉണ്ടാകാം. പക്ഷേ സുപ്രീം കോടതി വരെ കേസ് നടത്തി കിടപ്പാടം തിരിച്ചുപിടിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. അല്ലെങ്കിൽ സൗജന്യമായി കേസ് നടത്തി ജോൺസനെ സഹായിച്ച വക്കീലിനെ പോലെ ആരെങ്കിലും ഉണ്ടാകണം. എന്തായാലും ഭരണകൂടം അഭയാർത്ഥിയാക്കിയ കുടുംബത്തെ കോടതി തിരികെ വീട്ടിൽ കയറ്റി. പക്ഷെ കൊള്ള മുതൽ തിരിച്ചു കൊടുത്താൽ കവർച്ചയില്ലാതാകുമോ? ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർ എന്തെടുക്കുകയാണ്? പുതിയ ഇരകളെ തേടി നടക്കുകയാണോ? വീടില്ലാതായ ജോൺസന്റെ ദുരിതം, മക്കളുടെ എന്നേക്കുമായി മുടങ്ങിയ വിദ്യാഭ്യാസം, കടത്തിണ്ണയിലും വാടക വീട്ടിലുമായി അവരൊഴുക്കിയ കണ്ണീർ, നഷ്ടപരിഹാരം കൊടുക്കേണ്ടതല്ലേ നവകേരള നിർമ്മാതാക്കളെ? 2019 നവംബർ 22-നാണ് ഭൂമി കയ്യേറ്റം ആരോപിച്ച് ചാലക്കുടി DFOയുടെ നേതൃത്വത്തിൽ സായുധരായ 25ഓളം വനം പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് തുമ്പൂർ മൊഴി പാറോക്കാരൻ ജോൺസണെയും ഭാര്യ റൊബീന, 3 മക്കൾ, വൃദ്ധരായ മാതാപിതാക്കൾ എന്നിവരെയും സ്വന്തം കിടപ്പാടത്തിൽ നിന്ന് ബലമായി ഇറക്കിവിട്ടത്. 32 വർഷം മുൻപ് ജോൺസൺ പണം കൊടുത്തു വാങ്ങിയ വീട്ടിലുണ്ടായിരുന്നതെല്ലാം ഉദ്യോഗസ്ഥർ വലിച്ചുവാരി പുറത്തിട്ടു. വീടും ചേർന്നുണ്ടാക്കിയിരുന്ന ചായക്കടയും പൂട്ടി സീൽ ചെയ്തു. ആ രാത്രിയിൽ ഉദ്യോഗസ്ഥർ സംതൃപ്തിയോടെ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ഉറങ്ങിയപ്പോൾ ജോൺസൺ മാതാപിതാക്കൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും കാവലായി സ്വന്തം കടത്തിണ്ണയിൽ കുത്തിയിരുന്നു. ചായക്കടയിലെ വരുമാനം കൊണ്ട് അന്നന്നത്തെ കാര്യം നടത്തിയെന്നല്ലാതെ സമ്പാദ്യമൊന്നുമില്ല. എവിടേക്ക് പോകുമെന്നറിയില്ല. പ്രായമായ മാതാപിതാക്കളെയും കൊണ്ട് തണുപ്പത്ത് എത്ര ദിവസം ഇങ്ങനെ കിടക്കും? 8 കിലോമീറ്റർ അകലെ 6500 രൂപയ്ക്ക് അയാൾ ഒരു ചെറിയ വാടക വീടെടുത്തു. സത്രത്തിൽ ഇടം കിട്ടാതെ കാലിത്തൊഴുത്തിൽ കയറിക്കൂടിയവരുടെ നിസ്സഹായത ആ ക്രിസ്മസിന് ജോൺസൺ തിരിച്ചറിഞ്ഞു. 6 വർഷം കടന്നുപോയി. കയ്യിൽ നയാ പൈസയില്ല. 2 ആൺമക്കളുടെയും പഠനം നിർത്തി. ഒടുവിൽ ജോൺസണും മക്കളും ഐസ്ക്രീം വിൽപ്പനക്കാരായി. ജോൺസൺ ഉള്ള സമ്പാദ്യം എല്ലാം കൊടുത്തു വാങ്ങിയ വീട് അപ്പോൾ തുമ്പൂർ മൊഴി അണക്കെട്ടിനും തൂക്കുപാലത്തിനുമടുത്ത് അനാഥമായി കിടന്നു. അയാൾ കോടതിയെ സമീപിച്ചു. എതിർഭാഗത്ത് വനം വകുപ്പ്, സർക്കാർ ഭരണകൂട സംവിധാനങ്ങളും പണവുമെല്ലാം വാരിക്കോരി ചെലവഴിച്ച് കേസ് നടത്തി. ഹൈക്കോടതിയിലും വനം വകുപ്പ് ജയിച്ചു. സുപ്രീം കോടതിയിൽ അപ്പീൽ പോകണമെങ്കിൽ വലിയ തുക ചെലവാകും. റിട്ടയർഡ് SI പ്രതാപൻ ജോൺസന്റെ അവസ്ഥ സംസ്ഥാന മനുഷ്യാവകാശ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം സൗജന്യമായി കേസ് നടത്തി. സുപ്രീം കോടതി ഇത് വനഭൂമിയല്ലെന്ന് കണ്ടെത്തി ഹൈക്കോടതി വിധി റദ്ദാക്കി. 4 ആഴ്ചയ്ക്കകം ജോൺസന് ഭൂമിയും സ്ഥലവും തിരിച്ചു നൽകണമെന്ന് ഉത്തരവിട്ടു. പക്ഷേ സർക്കാരിന് പണം പ്രശ്നമല്ലല്ലോ. ജോൺസൺ ഉൾപ്പെടെ അടച്ച നികുതി പണം ഉപയോഗിച്ച് പുനഃപരിശോധനാ ഹർജി നൽകിയെങ്കിലും അതും തള്ളിയ ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് മേത്തയും അടങ്ങിയ ബെഞ്ച് വിധി നടപ്പാക്കി ഡിസംബർ 2-ന് വിവരം അറിയിച്ചില്ലെങ്കിൽ കോടതി അലക്ഷ്യത്തിന് ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കുമെന്ന് ഉത്തരവിട്ടു. തിങ്കളാഴ്ച വനം വകുപ്പ് ഗതികെട്ട് വിധി നടപ്പാക്കി. പക്ഷെ ഉത്തരവാദികൾ മറുപടി പറയണം. ആ കുടുംബത്തിന്റെ 6 കണ്ണീർ വർഷങ്ങളിലെ നഷ്ടത്തിന് സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതല്ലേ? കള്ളക്കേസ് ചമച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണ്ടേ? ഈ സർക്കാർ നോക്കുകുത്തിയായപ്പോൾ വന്യജീവികളെയും ധാർഷ്ട്യക്കാരായ ചില ഉദ്യോഗസ്ഥരെയും അഴിച്ചുവിട്ട് കേരളം ഒട്ടാകെ കാട്ടുനീതി നടപ്പാക്കിയ വനം വകുപ്പിന്റെ ക്രൂരതകളിൽ ഒന്ന് മാത്രമാണിത്. തൊമ്മൻകുത്തിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് പലയിടത്തും വനം വകുപ്പ് ഇത്തരം കയ്യേറ്റങ്ങളിൽ അഭിരമിക്കുകയാണ്. ആലുവ, മൂന്നാർ രാജപാതയിലും നേര്യമംഗലം വാളറ റോഡിലുമൊക്കെ അവർ വഴിമുടക്കുകയാണ്. പക്ഷേ വന്യജീവികളുടെ ആക്രമണം തടയാൻ കഴിവുമില്ല. ഈ യുദ്ധം ജനങ്ങളോടാണ്. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷമല്ല, വനം വകുപ്പ് കർഷക സംഘർഷമാണുള്ളത്. ഇരകളായ പാവപ്പെട്ട കർഷകർക്ക് സുപ്രീം കോടതി വരെ കേസ് നടത്താനൊന്നും സാധിക്കില്ല. ആ നിസ്സഹായതയെ ഉദ്യോഗസ്ഥർ ചൂഷണം ചെയ്യുകയാണ്. വനം വകുപ്പ് കയ്യേറിയ റവന്യൂ, സ്വകാര്യ ഭൂമികളെക്കുറിച്ച് മുന്നണി ഏതായാലും ഇനി വരുന്ന സർക്കാർ അന്വേഷണം നടത്തണം. സുതാര്യമായ തീരുമാനങ്ങൾ എടുക്കണം. കഴിവും ജനങ്ങളോട് പ്രതിബദ്ധതയുമുള്ളവരെ മന്ത്രിയാക്കണം. ധിക്കാരികളും ജനദ്രോഹികളുമായ ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കി നടപടിയെടുക്കണം. ബഹുമാനപ്പെട്ട സർക്കാർ, ഗാസയിലെ മാത്രമല്ല നിങ്ങൾ അഭയാർത്ഥികളാക്കിയ കേരളത്തിലെ കുടുംബങ്ങളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ